ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വലിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിയുകയും സ്നേഹിക്കുകയും ചെയ്ത ഗായകനാണ് സുകേഷ് കുട്ടൻ. സുകേഷിലെ സംഗീതത്തെ തിരിച്ചറിഞ്ഞതും അതിലൂടെ സുകേഷിനെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ലോകമറിയുന്ന തരത്തിലേക്ക് എത്തിച്ചതും സുകേഷിൻ്റെ അമ്മ സ്മിതയാണ്. അതുപോലെ തന്നെ സുകേഷിന് കരുതലും സ്നേഹവും പകർന്നു നൽകുന്ന ഒരാൾ കൂടിയുണ്ട്, ഗായിക KS ചിത്ര. ഇപ്പോഴിതാ ചിത്രാമ്മ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് പാട്ടുപാടാനെത്തുന്ന സുകേഷിൻ്റെ വീഡിയോയും സ്നേഹത്തോടെയും കരുതലോടെയും ചിത്രാമ്മ സുകേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതും സുകേഷ് പാടുന്നതുമൊക്കെയായ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സുകേഷ് കുട്ടൻ എൻ്റെ പ്രിയപ്പെട്ട മോനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രാമ്മ വേദിയിലേക്ക് സുകേഷിനെ ക്ഷണിക്കുന്നത്. സുകേഷ് അടുത്തേക്ക് വന്നയുടൻ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നതും ആ മോൻ്റെ കവിളിൽ ഉമ്മ വെക്കുന്നതും കാണാം. ഓട്ടിസം എന്ന വെല്ലുവിളിയെ സംഗീതം കൊണ്ട് അതിജീവിച്ച സുകേഷ് കുട്ടനെ കാണുമ്പോൾ ചിത്രാമ്മയ്ക്ക് തൻ്റെ മകളെ തന്നെയാണ് എപ്പോഴും ഓർമ്മ വരിക. ദുബായിൽ സ്ഥിരതാമസമാക്കിയ കുട്ടൻ സ്മിത ദമ്പതികളുടെ മൂത്ത മകനായി ജനിച്ച സുകേഷിൻ്റെ ജീവിതം പ്രതിഭയുടെയും കഠിനാധ്വാനത്തിൻ്റെയും നേർചിത്രമാണ്. ബാല്യകാലത്ത് സംസാരശേഷി കൈവരിക്കുവാൻ താമസം നേരിട്ടതോടെയാണ് സുകേഷിൻ്റെ അവസ്ഥ മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. പിന്നീട് അങ്ങോട്ട് ചികിത്സകളുടെ കാലമായിരുന്നു. വെല്ലൂർ ആശുപത്രിയിൽ ഉൾപ്പെടെ ദീർഘകാലം ചികിത്സയും ബിഹേവിയറൽ തെറാപ്പിയും നൽകി. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച സുകേഷിന് മുത്തച്ഛൻ കൃഷ്ണൻകുട്ടിയാണ് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. പിന്നീട് ഷൈനി ടീച്ചർ, ഗിരിജ അടിയോടി, കൃഷ്ണകുമാരി എന്നിവർ സുകേഷിൻ്റെ സംഗീതയാത്രയിൽ ഗുരുക്കന്മാരായി. ശരിക്കും ഓട്ടിസം എന്ന അവസ്ഥയെ മറികടക്കാനും കീഴ്പ്പെടുത്താനുമുള്ള പരിശീലനം കൂടിയായിരുന്നു സുകേഷിന് ഈ സംഗീത പഠനം. സംഗീതത്തോടുള്ള സുകേഷിൻ്റെ അഭിനിവേശവും അത്ഭുതകരമായിരുന്നു. പാട്ടുപാടുന്നതിനൊപ്പം മൃദംഗം, ഹാർമോണിയം, തബല, വീണ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും ഈ കലാകാരന് സാധിക്കും. 3 ഗാനങ്ങൾക്ക് സ്വയം സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് സുകേഷിനെ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചത്. പിന്നീട് സ്റ്റാർ സിംഗറിലെ പ്രകടനം സുകേഷിനെ വലിയ ജനപ്രീതിയിലേക്ക് നയിച്ചു. സ്റ്റാർ സിംഗറിൽ എത്തിയപ്പോഴും വലിയ മത്സര ചൂടൊന്നും സുകേഷിന് ഉണ്ടായിരുന്നില്ല. ഓരോ വേദിയിലും പാട്ടുപാടണം, ട്രോഫി വാങ്ങണം, അത്രമാത്രം. ഓരോ തവണയും ഓരോ റൗണ്ടുകളിൽ ഓരോരുത്തർ ഔട്ടായി പോകുമ്പോൾ ട്രോഫി നൽകും. അത് വിജയിക്കുള്ള ട്രോഫിയാണെന്നായിരുന്നു സുകേഷ് കരുതിയിരുന്നത്. തനിക്കെന്താ ട്രോഫി കിട്ടാത്തത് എന്ന് പലപ്പോഴും സുകേഷ് ചോദിക്കുകയും ചെയ്തിരുന്നു. ഗാനഗന്ധർവൻ KJ യേശുദാസിനെയും ശ്രേയ ഘോഷാലിനെയും ഏറെ ആരാധിക്കുന്ന സുകേഷിന് സിനിമകളിൽ പിന്നണി പാടാനും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും മൂഡ് വ്യതിയാനങ്ങളുമെല്ലാം വലിയ വെല്ലുവിളിയാണെങ്കിലും അമ്മ സ്മിതയുടെയും അച്ഛൻ കുട്ടൻ്റെയും അനിയൻ ജിഷ്ണുവിൻ്റെയും വലിയ പിന്തുണ സുകേഷിൻ്റെ കരുത്താണ്. തൻ്റെ പരിമിതികളെ കലയിലൂടെ അതിജീവിച്ച് നിരവധി പേർക്ക് പ്രചോദനമായി സുകേഷ് കുട്ടൻ ഇന്നും സംഗീത ലോകത്ത് സജീവമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.